നമ്മളിന്ന് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് മിക്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. മിക്സ് ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഒരു വണ്ടിയിലോട്ട് ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കുമ്പള ടൗണിൽ വെച്ചാണ്. നമ്മുടെ ഫൈനൽ ലെവൽ ടാറിങ്ങിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ മെഷീനറീസും, നമ്മുടെ പേവറും റോളറും, അതുപോലെ തന്നെ നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇതാ മിക്സൊക്കെ ആയിട്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പേവർ ഇതാ ഇവിടുന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുമ്പള ടൗൺ ഇങ്ങനെ രാവിലെ ഉണർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ പേപ്പർ ഇതാ പിറകിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ പേപ്പർ ഇതാ ഇവിടുന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഇന്നത്തെ ഫസ്റ്റ് ലോഡ് ഇതാ ഇവിടെ ഇപ്പോൾ തട്ടാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. ആകാശത്തൂടെ ഇതാ നല്ല പറവളൊക്കെ പറന്നു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ടാറിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. കുമ്പള ടൗണിലിപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ ഇതാ നമ്മുടെ പാലും വണ്ടിയിൽ നിന്ന് പാലൊക്കെ പുറത്തേക്ക് പോയി. നമ്മുടെ ടാറിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ പെർമിറ്റ് വണ്ടി നല്ല ഫുൾ ലോഡ് സവാളയുമായി ഇതുവഴി കടന്നു പോകുന്നുണ്ട്. നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിർത്താതെയുള്ളൊരു പോക്ക് തന്നെയായിരിക്കും. നമ്മുടെ ഒന്നാമത്തെ പേപ്പർ കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് വന്നതിന് ശേഷമേ ഇനി രണ്ടാമത്തെ പേപ്പർ നമ്മളിവിടെ സെറ്റ് ചെയ്യൂ. എല്ലാവരും തിരക്ക് പിടിച്ച പണിയിലാണ്. നമ്മുടെ ടാറിങ്ങിൻ്റെ തിക്നെസ് ഒക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇനി രണ്ടാമത് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ പേപ്പർ വീണ്ടും നീങ്ങിത്തുടങ്ങി. നമ്മളെ അതേ ഷർട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ലോഡ് തട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ലോഡ് വണ്ടി വെക്കണം. ഒരു ലോഡ് താറിങ് കൊണ്ട് ഏകദേശം ഇത്രത്തോളം ഏരിയ വലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കംപ്രസർ വണ്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രാക്ടർ ഫ്രണ്ടിലോട്ടുള്ള പൊടിയൊക്കെ അടിച്ച് പോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുമ്പള ടൗണിൽ ചെറിയ രീതിയിൽ തിരക്കുകൾ കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ലോഡ് തട്ടിത്തുടങ്ങി. നവീനേട്ടൻ്റെ വണ്ടിയാണ്. അതുപോലെ നമ്മുടെ ശ്രീജിത്തേട്ടൻ്റെ വണ്ടിയായിരുന്നു ഫസ്റ്റ് ലോഡ് തട്ടിയത്. ഇപ്പോൾ സൈഡിലെ ബോഡിയൊക്കെ ക്ലിയർ ആക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോകണം. നമ്മുടെ രണ്ടാമത്തെ പേവർ
ഇവിടെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പേവറിലോട്ട് ലോഡ് തട്ടാനായി നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഒന്നാമത്തെ പേപ്പർ അത്രത്തോളം ദൂരെ എത്തി. രണ്ടാമത്തെ പേപ്പറിലോട്ട് ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശ്രീജിത്താട്ടൻ്റെ ലോഡ് തട്ടി അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോയി. നമ്മുടെ വണ്ടിയാണ് ഇപ്പോൾ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അജയശേട്ടനും ടീമും ഒക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നിൽപ്പുണ്ട്. നമ്മുടെ റോളർ കുട്ടന്മാരൊക്കെ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഇനിയിപ്പോൾ കുറച്ച് ഏരിയ ആയാൽ മാത്രമേ നമ്മുടെ റോളറൊക്കെ ഇതിൻ്റെ മുകളിൽ കയറ്റി അടിക്കത്തുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ പേവർ ഇതാ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയാണിപ്പോൾ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്രീജേഷേട്ടൻ്റെ വണ്ടി ഇപ്പോൾ ലോഡ് ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. കുമ്പള ടൗണൊക്കെ ആളുകൾ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലോഡ് എടുത്ത് വരുമ്പോഴേക്കും ഇവിടെയൊക്കെ മൊത്തം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ഒന്നാമത്തെ പേപ്പർ ഇതാ ഇത്രത്തോളം വലിച്ചു പോയി. നമ്മുടെ ഫസ്റ്റ് ലോഡ് തട്ടി. ഇനി അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നായിക്കാപ്പ് പ്ലാന്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ ലോഡ് എടുക്കുന്നത്. നമ്മളിതാ നമ്മുടെ രണ്ടാമത്തെ ലോഡുമായിട്ട് കുമ്പള ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി. പക്ഷേ അധികം ആളുകളൊന്നും ഇല്ല. ഇവിടെയൊക്കെ പുതിയ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താറിങ് എത്രത്തോളം എത്തിയെന്നറിയില്ല. നമ്മുടെ 2 പ്ലാനിൽ നിന്നും ഇപ്പോൾ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം ഏതാണ്ട് 8 മണിയായിട്ടുണ്ട്. ഇപ്പോൾ 8 മണികളുടെ ഈ സമയത്തുള്ള ഈ കുമ്പള ടൗണിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ വേറെ വണ്ടികളൊന്നുമില്ല. നമ്മുടെ പേവർ മെഷീനൊക്കെ നമ്മളെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ റോളറൊക്കെ ഇത് അവിടുന്ന് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ PTR മെഷീനൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ശ്രീജിത്താട്ടൻ്റെ ലോഡ് ഇതാ അവിടെ വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ വർക്കേഴ്സൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ച് നമ്മുടെ വർക്കേഴ്സ് വീണ്ടും പണി തുടങ്ങി. 2 പേപ്പറും ഇപ്പോൾ അടുത്തടുത്താണുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ തട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പേപ്പർ കുറച്ച് ദൂരം ഇങ്ങനെ മൂവ് ചെയ്ത് പോകണം. എന്നാലേ നമ്മുടെ രണ്ടാമത്തെ പേപ്പർ മൂവ് ചെയ്ത് തുടങ്ങുള്ളൂ. ഫ്രണ്ടിലായിട്ട് ലോഡൊക്കെ വന്ന് നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ പ്രജിലാട്ടൻ്റെ പേപ്പറിലോട്ടാണ് കേട്ടോ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പറേറ്റർ പ്രജിലാട്ടനാണ്. ഇപ്പോൾ കുമ്പള ടൗണിൽ നിന്ന് ഇത്രത്തോളം നമ്മൾ 2 സൈഡും വലിച്ചു വന്നിട്ടുണ്ട്.
നമ്മുടെ ശ്രീജിത്ത് ഏട്ടൻ്റെ വണ്ടി തട്ടിക്കഴിഞ്ഞു. നമ്മുടെ വണ്ടി തട്ടി തട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വണ്ടി ഇതാ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പണി പറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പിടുത്തം വിട്ട പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോഡ് കഴിഞ്ഞു. ലോഡും തട്ടി നമ്മുടെ ശ്രീജിത്തേട്ടനിതാ നമ്മുടെ ഫ്രണ്ടിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ലോഡ് എടുക്കണം. നമ്മളിപ്പോൾ 2 ലോഡ് തട്ടി, ഇനിയിപ്പോൾ 3ാമത്തെ ലോഡ് പോയി എടുക്കണം. നമ്മളെ ടൗണൊക്കെ അത്യാവശ്യം തിരക്ക് വന്നു തുടങ്ങി. നല്ല പോലെ വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നേരത്തെ കടയൊന്നും തുറന്നില്ലായിരുന്നു, ഇപ്പോൾ കടകളൊക്കെ തുറന്നു തുടങ്ങി. മൊത്തം ബസ്സും ആളുകളും ഒക്കെയായി. നമ്മുടെ ഒരു വണ്ടി ഇതാ ലോഡ് എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്ലാന്റിലോട്ട് ഒരുപാട് ദൂരമൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മിക്സ് ലോഡ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഇതാ മൊത്തം നമ്മുടെ റെഡി മിക്സ് വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ പണി ഇന്ന് കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇന്ന് മെയിനായിട്ട് നമ്മുടെ താറിങ്ങിൻ്റെ വർക്ക് തന്നെയാണ് നടക്കുന്നത്. നല്ല വെയിലാട്ടോ. എന്ത് പറയാനാ, അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമ്മളിപ്പോൾ ലോഡൊക്കെ കയറ്റിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഈ ഫ്രണ്ടിൽ ഇവിടെ നിർത്തിയിരിക്കുന്നതാണ് നമ്മുടെ വണ്ടി. സാധനം ലോഡാക്കി വെച്ചിട്ടാണുള്ളത്. ഇപ്പോൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. 9 മുതൽ 10 വരെ നമ്മുടെ സ്കൂൾ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ടിപ്പർ ലോറികളൊന്നും ഓടാൻ പാടില്ല. നമ്മുടെ സൈറ്റിൽ നിന്ന് ഹൈവേയുടെ മുകളിൽ കൂടെ മാത്രം, നമ്മുടെ സൈറ്റിൽ നിന്ന് മാത്രം ഓടാം. അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ടിപ്പർ ലോറി നമുക്ക് ഓടാനുള്ള അനുമതിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവിടെയൊക്കെ JCB ഇതാ അവിടെ നിന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിക്കുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ വർക്കൊന്നും കാണുന്നില്ല. എല്ലാ വണ്ടിയും ഇവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ കാണുന്നത് അത് നമ്മളെ മുടിയൻ്റെ വണ്ടിയാണ് JCB. അതിൻ്റെ ബക്കറ്റിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. നമ്മുടെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞു. നമ്മുടെ ലോഡുമായിട്ട് ഇതാ പ്ലാന്റിൽ നിന്ന് ഇറങ്ങുകയാണ്. കൂടെ നമ്മുടെ ശ്രീജേഷ് ചേട്ടനുണ്ട്. നമ്മുടെ ബൂമ്പമ്പൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പണിയൊന്നുമില്ല എന്ന് തോന്നുന്നു. നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുമ്പള അണ്ടർപാസിൻ്റെ മുകളിലായിട്ടാണ് ടാറിങ് വർക്ക് നടക്കുന്നത്. നമ്മുടെ ശ്രീജിത്തേട്ടൻ്റെ വണ്ടി ലോഡ് തട്ടാൻ വേണ്ടിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലാണ്. നമ്മുടെ വണ്ടി ഇവിടെ തട്ടിത്തുടങ്ങി. നമ്മുടെ പേവറിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ പ്രജിലാട്ടം നിൽപ്പുണ്ട്. ചൂട് എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. അത്രയും കഠിനമായ ചൂടാണ്. അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ വർക്കേഴ്സൊക്കെ ഇങ്ങനെ കൂളായിട്ട് നടന്നു പോകുന്നത്. അവർക്കത് ശീലമായി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മൊത്തം പിടുത്തം പെട്ട പണിയാണ്. നമ്മുടെ വണ്ടി ലോഡ് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇനി ക്ലിയർ ആയിട്ട് വേണം നമ്മുടെ പ്ലാനിലോട്ട് പോകാൻ. നമ്മുടെ കുമാർജിയുടെ വണ്ടിയും അതുപോലെ തന്നെ ശിബിയാട്ടൻ്റെ വണ്ടിയും ഇത് ഇവിടെ വന്ന് കിടപ്പുണ്ട്.
അപ്പം നമ്മുടെ ശിവയാടനും കുമാർജിയും ഇവിടെ വന്ന് നിൽപ്പുണ്ടത്. ഇതൊക്കെ മോർത്താന പ്ലാന്റിൽ നിന്ന് വന്ന ടീമാണ്. അപ്പം നമ്മൾ നേരെ നായ്ക്കപ്പോൾ പ്ലാന്റിൽ നിന്നാണ് മിക്സ് എടുക്കുന്നത്. നമ്മുടെ ലോഡ് കഴിഞ്ഞു. അപ്പം നമ്മൾ ലോഡ് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ റോളറൊക്കെ ഇതാ ഇവിടെ തലങ്ങനം വിലങ്ങനും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ റോളറിൻ്റെ പിറകിലായിട്ട് നമ്മുടെ PTRും അടിച്ചു വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ JCBയുടെ ബക്കറ്റ്. ഇത് നമ്മുടെ ഇറ്റാച്ചിയുടെ ബക്കറ്റ് ഉണ്ടോ, അതിൻ്റെ 5 ഇരട്ടി വലുപ്പമുണ്ട് ഇതിന്. നമ്മുടെ ദിലീപേട്ടൻ നമ്മുടെ വെള്ളം വണ്ടിയിലെ ഡ്രൈവറാണ്. നമ്മളിതാ കുമ്പളെത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ റോളറുകളും ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തിരക്ക് കൂടി കേട്ടോ. പോവാ നമ്മുടെ നിതിൻ്റെ വണ്ടി തട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നിശാന്തേട്ടൻ്റെ വണ്ടി നമ്മുടെ പേപ്പറിൽ വെച്ച് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുറകിലായിട്ട് നമ്മുടെ ദില്ലാട്ടൻ്റെ വണ്ടിയും തട്ടുന്നുണ്ട്. എത്രത്തോളം ഹൈറ്റിലാണ് കേട്ടോ നമ്മളുള്ളത്. ഇപ്പം നമ്മുടെ സർവീസ് റോഡിൽ കൂടിയാണ് വണ്ടിയൊക്കെ പോകുന്നത്. നമ്മുടെ വണ്ടി ഇതാ തട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വയ്യമാറൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രജിലായിട്ട് ഇതാ നിന്ന് പുകയാണ്. നല്ല വെയിലും അതേപോലെ തന്നെ നല്ല ചൂടുള്ള താറും. നമ്മുടെ ഫ്രണ്ടിൽ ഇനിയിപ്പോൾ നിശാന്തേട്ടൻ്റെ വണ്ടി തട്ടിക്കഴിഞ്ഞു. ഇനി വേറെ വണ്ടിയൊന്നും പെൻഡിങ്ങിലില്ല. ഓരോ വണ്ടികളായിട്ട് വരണം. നമ്മുടെ കോൺക്രീറ്റിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വണ്ടികളും പോയി. അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് പ്ലാന്റിലെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല വിശാലമായി കിടക്കുന്നുണ്ട്. താറൊക്കെ ഇറക്കി വരുന്ന വണ്ടിയൊക്കെ നമുക്കിവിടെ കാണാം. രാവിലെ തുടങ്ങിയ മിക്സടിയാണ്. ഒരുപാട് ലോഡ് ഇവിടുന്ന് പോയി. നമ്മുടെ വണ്ടി ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നതാണ്. ഇനി നമുക്ക് വീണ്ടും സൈഡിലോട്ട് പോകണം. അപ്പം നമ്മുടെ JCB ഒക്കെ ഇവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബാലൻസ് ഉള്ള താറ് ഇതാ ഇവിടുന്ന് വെയിറ്റ് നോക്കുവാണ്. അപ്പം നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ടേ. ഇവിടെയൊക്കെ നമ്മുടെ വണ്ടി വെയിറ്റിങ്ങിലാണ്. വർക്കേഴ്സൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ വർക്കേഴ്സൊക്കെ ഫുഡൊക്കെ കഴിച്ച് രണ്ടാമത് നമ്മുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ടേ. നമ്മുടെ ബിനീഷേട്ടൻ്റെ വണ്ടി ഇതാ ഫ്രണ്ടിലായിട്ട് വളച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഉണ്ട്. പിറകിലായിട്ട് നമ്മുടെ 2 വണ്ടി ഇതാ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. താഴെയായിട്ട് നമ്മുടെ റെഡി മിക്സ് വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. എവിടെയാ കോൺക്രീറ്റ് എന്നറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ മുരളിയേട്ടൻ്റെ വണ്ടി തട്ടിക്കഴിയാറായി. നമ്മുടെ വണ്ടി ലോഡ് തട്ടി തുടങ്ങി. അതേപോലെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ബിനീഷേട്ടൻ്റെ വണ്ടിയും ലോഡ് തട്ടി തുടങ്ങി. എല്ലാവരും വെയിലിനെയും ചൂടിനെയും
അതിജീവിക്കുന്ന പണിക്കാരാണ്. ആർക്കും ഒരു കൂസലുമില്ല, കാരണം അത്രയും നല്ല ചൂടാണ് ഇവിടെ. നമ്മുടെ 2 പേപ്പറും ഇപ്പോൾ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ്. ഈ പേപ്പർ വലിച്ചു പോകുന്ന ഈ ഹൈറ്റിൻ്റെ ബേസിലാണ് നമ്മുടെ 2ാമത്തെ പേപ്പർ വലിച്ചു വരുന്നത്. നമ്മുടെ എല്ലാ ടിപ്പറുകളും ഫ്രണ്ടിലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ലോഡ് ഏതാണ്ട് തീരാറായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ലോഡ് തട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്, അതൊക്കെ ഇനി വെക്കണം. അപ്പോൾ നമ്മുടെ ലോഡ് തട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്നല്ല ലോഡ് എടുക്കേണ്ടത്, നമ്മുടെ മോർത്താന പ്ലാന്റിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഇതാ താറിങ് നല്ല അടിപൊളിയായിട്ട് നടന്നു കൊണ്ടിരിക്കുന്നുണ്ട്. കുമ്പള ഏരിയയിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ റോളറിനൊക്കെ ഇപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷിറിയ പാലത്തിനടുത്തായിട്ട് ഇതാ മൊത്തം ഫോർമേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ GSB WM പരിപാടികളൊക്കെ ചെയ്യണം. എന്നിട്ട് വേണം നമ്മുടെ പാലം താറിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇതാ നമ്മുടെ സെന്റിൻ്റെ വണ്ടി പോകുന്നുണ്ട്. GSB ആയിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നലെ കഴിഞ്ഞ ഫോർമേഷൻ്റെ പരിപാടിയൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് മൊത്തം ഇതാ GSB അടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് GSB തട്ടി ഇട്ടിട്ടുണ്ട്, തട്ടി ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം പണി തന്നെയാണ്, മൊത്തം സ്പീഡ് വർക്കാണ്. വൈകാതെ തന്നെ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവർ ഓപ്പൺ ആവുന്നതായിരിക്കും. അതിൻ്റെ പരിപാടിയിലാണിപ്പോൾ. നമ്മളിതാ ഓടി ഓടി നമ്മുടെ ഒസങ്കടി എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഇതാ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. ഒസങ്കടി ടൗൺ ഇതാ തിരക്കായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ കാര്യമായിട്ടുള്ള വലിയ തോതിലുള്ള തിരക്കൊന്നുമില്ല. ഇഷ്ടംപോലെ ബസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴേ നമ്മൾ നമ്മുടെ പ്ലാന്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. നമ്മുടെ ഇന്നത്തെ മിക്സ് കഴിഞ്ഞു. നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെയുള്ള വണ്ടി ഒരുപാട് വണ്ടി ലോഡായി പോയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ലോഡില്ല. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെയായിട്ട് നമ്മുടെ ഫൂട്ടോർ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളൊക്കെ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസംബിൾ ചെയ്യുന്നല്ല, ഓരോരോ ഭാഗങ്ങൾ വെൽഡ് ചെയ്തുകൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമ്മുടെ താറിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് GSB ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആശാൻ സുനിയാട്ടൻ അവിടെ നിന്ന് ലോഡാക്കി ഇടുന്നുണ്ട്, ലോഡർ ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മുടെ അച്ചാനിതാ ഇറ്റാച്ച് കൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ കുഴച്ചിടുന്നുണ്ട്. അപ്പോഴേ നമ്മൾ GSB ആയിട്ട് നേരെ ഷിറിയ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത്. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ലാസ്റ്റ് ലോഡാണ് കേട്ടോ ഇന്നത്തെ.
നമ്മൾ ഷിറിയ പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇതാ ഷിറിയ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ലോഡ് തട്ടേണ്ടത്. ദൂരെയായിട്ട് നമ്മുടെ ടിപ്പർ ലോഡ് തട്ടുന്നത് കാണാം. അപ്പോൾ ഇതാ ഇവിടെ ഇഷ്ടം പോലെ GSB ഇങ്ങനെ തട്ടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഏരിയയിലാണ് GSB WM റെഡിയാക്കേണ്ട സ്ഥലമുള്ളത്. അപ്പോൾ നമ്മൾ ഷിറി എത്തിയിട്ടുണ്ട്. ഷിറി ഇപ്പം GSB തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോഡ് തട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ലോഡ് ഉണ്ടോ എന്നറിയില്ല. നമ്മൾ ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഷിറിയ പാലത്തിനടുത്തുള്ള കാഴ്ച. ഇവിടെ മൊത്തം ഇനിയിപ്പം GSB അടിക്കണം, അതേപോലെ തന്നെ WM അടിച്ച് മൊത്തം ശരിയാക്കി വരണം. എന്നാലേ നമുക്ക് നമ്മുടെ അടുത്ത പഴയ പാലത്തിൻ്റെ മുകളിൽ കൂടിയുള്ള താരങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ.